സന്തുഷ്ടമായ കുടുംബജീവിതം, സന്തോഷവതിയായ ഒരു അമ്മയെ ചുറ്റിപ്പറ്റി മാത്രമേ ഉണ്ടാവൂ. നമ്മുടെ അമ്മമാരുടെ ആരോഗ്യം, പെങ്ങന്മാരുടെ ആരോഗ്യം, ഭാര്യമാരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരം. സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ലോകത്തിൽ 2ാമതും ഇന്ത്യയിൽ 1ാമതും ഗർഭാശയ സംബന്ധമായ ക്യാൻസറാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ പ്രധാനപ്പെട്ടത് സർജറി തന്നെയാണ്. നമ്മളിപ്പോൾ സർജറി തിയേറ്ററിനകത്താണുള്ളത്, ഓപ്പറേഷൻ തിയേറ്ററിനകത്താണുള്ളത്. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്താണ്? ഗൈനക്കോളജി ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണ ചെയ്യുന്ന മൈനർ പ്രൊസീജിയർ ഉണ്ട്, മേജർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മൈനർ പ്രൊസീജിയർ എന്ന് പറയുന്നത് സാധാരണ DNC അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് പഠനത്തിനെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എൻഡോമെട്രിയം ബയോപ്സി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു DNC എന്ന് പറഞ്ഞ പ്രൊസീജിയർ. അത് പല മെത്തേഡ് ഉണ്ട്. DNC എന്ന് പറഞ്ഞാൽ പണ്ട് DNC എന്ന് പറഞ്ഞ പേരെങ്കിലും ഇപ്പം എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കാൻ പുതിയ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഉള്ളത് സർവൈക്കൽ ബയോപ്സി. പിന്നെ ബയോപ്സി പറഞ്ഞാൽ ഗർഭാശയ, നേരത്തെ പറഞ്ഞ പോലെ ഗർഭാശയ മുഖത്തുനിന്ന് പരിശോധനയ്ക്കുള്ള സർവൈക്കൽ ബയോപ്സി, പിന്നെ കോൾപോസ്കോപ്പി, പിന്നെ അങ്ങനെ ഇത് സിസ്റ്റുകൾ പല പുറത്തുള്ള, നേരത്തെ പറഞ്ഞ പോലെ ബാഹ്യമായ റിപ്രൊഡക്റ്റീവ് അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന സിസ്റ്റുകൾ, അങ്ങനത്തെ റിമൂവലെല്ലാം മൈനർ പ്രൊസീജിയർ. മേജർ പ്രൊസീജിയർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ലാപ്രോട്ടമി അല്ലെങ്കിൽ വയർ തുറന്നിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ട്, ലാപ്രോസ്കോപ്പി ഉണ്ട്, വജൈനൽ സർജറി ഉണ്ട്. ശരി. അപ്പോൾ ലാപ്രോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓവേറിയൻ സിസ്റ്റൽ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓവേറിയൻ മാലിഗ്നൻസി ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫൈബ്രോയിഡ് റിമൂവ്, മയോമെക്ടമി അല്ലെങ്കിൽ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ, യൂട്രസ് തന്നെ റിമൂവ് ചെയ്യുന്ന വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ ഹിസ്റ്ററക്ടമി എന്ന് പറയും. അങ്ങനത്തെ ഓപ്പറേഷനൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് വജൈനൽ സർജറി. ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് വജൈനലായിട്ടും ചെയ്യാം, അബ്ഡോമിനലായിട്ട് വയറ് കീറിയിട്ടും ചെയ്യാം, പിന്നെ ഇത് വെച്ചിട്ടും ചെയ്യാം, ലാപ്രോസ്കോപ്പി വെച്ചിട്ടും ചെയ്യാം. ശരി ഡോക്ടർ, ഈ ഡയലറ്റേഷൻ ആൻഡ് ക്യൂറേറ്റേജ് DNC ചെയ്യുന്ന ഉപകരണങ്ങളൊന്ന് കാണിച്ചു തരാമോ? എന്തൊക്കെ അസുഖങ്ങൾക്കാണ് DNC ചെയ്യുന്നത് കൂടി പറയാമോ? DNC സാധാരണ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ പല നമ്മൾ പറഞ്ഞില്ലേ മെൻസ്ട്രൽ പ്രോബ്ലംസ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, കൂടുതൽ രക്തം പോക്ക്, ഇപ്പം ആഫ്റ്റർ മാരേജ് കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ ചെയ്യാറുള്ളൂ സാധാരണ. അപ്പോൾ ഈ 35 വയസ്സെല്ലാം കഴിഞ്ഞ ലേഡീസിന് മെൻസസ് സംബന്ധമായ പ്രശ്നങ്ങൾ, കൂടുതൽ രക്തം പോക്ക്, പിന്നെ അതേപോലെ മെൻസസ് ഇറഗുലാരിറ്റി, നേരത്തെ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, അതേപോലെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, മെൻസസ് നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്, അങ്ങനത്തെ പ്രൊസീജിയറിനൊക്കെ നമ്മൾ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ലെയർ, നേരത്തെ പറഞ്ഞ പോലെ 3 ലെയറിൻ്റെ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ലെയർ എടുത്ത് പഠനത്തെ വിധേയമാക്കി വേറെ ഒന്നും കുഴപ്പമില്ല എന്ന് ഓർപ്പിക്കണം. അതാണ് DNC എന്ന് പറഞ്ഞ പ്രൊസീജിയർ. അത് ചെയ്യുന്ന പല മെത്തേഡ് ഉണ്ട്. അതൊരു മൈനർ പ്രൊസീജിയറാണ്. മൈനർ പ്രൊസീജിയറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്കുലം എന്ന് വെച്ചിട്ടുള്ള നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് സിം സ്പെക്കുലം എന്നാണ് പറയുക. അപ്പോൾ സിം സ്പെക്കുലം എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റാണിത്. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ കാണിച്ച് ഇത് എക്സ്പോഷറിന് വേണ്ടിയിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് മറ്റേ ഗർഭാശയ മുഖം ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വത്സലം എന്നുള്ള ഉപകരണം. യൂട്രൈൻ സൗണ്ട് എന്ന് പറഞ്ഞ സാധനം, അതിന് യൂട്രസിൻ്റെ സൈസും ഷേപ്പും അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെയുള്ളത് പിന്നെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യൂററ്റ്, എൻഡോമെട്രൽ ക്യൂററ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇതെല്ലാം പഴയ മെത്തേഡാണ്, ക്യൂററ്റ് വെച്ചെടുക്കുന്നതൊക്കെ. ഇപ്പം പുതിയ പുതിയ മെത്തേഡ് ക്യൂററ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുതിയ ഇൻസ്ട്രുമെൻ്റാണ് ഇത് MVA സിറിഞ്ച് എന്ന് പറഞ്ഞ സാധനം. MVA സിറിഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ചെറിയ ക്യാനൽ ഉപയോഗിച്ചിട്ട്, ചെറിയ ക്യാനലാണ്, ഇത്ര ചെറിയ സൈസേ ഉള്ളൂ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കടത്തുമ്പോൾ പെയിൻ കുറവായിരിക്കും, പിന്നെ ഇത് അനസ്തീഷ്യൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് പുതിയൊരു മെത്തേഡാണ് DNC അല്ലെങ്കിൽ എൻഡോമെട്രൽ ബയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അബോർഷൻ ചെയ്യാനും ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡയലേറ്റർ എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഗർഭാശയ മുഖം ഡയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുത് മുതൽ സൈസ് ഇങ്ങനെ സീരിയൽ ഇൻക്രീസിങ് സൈസായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ചെറുത് കടത്തും, പിന്നെ അതിൻ്റെ വലുത് കടത്തും, പിന്നെ അതിൻ്റെ വലുത് കടത്തും, അങ്ങനെ ഉപയോഗിക്കുന്ന. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡ്രഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം കുറച്ച് കുറവാണ്. ഇത് പെയിൻഫുൾ ആണോ ഡോക്ടർ? DNC എന്ന് പറഞ്ഞാൽ കുറച്ച് പെയിൻഫുള്ളാണ്. അപ്പോൾ അനസ്തീഷ്യ കൊടുത്തിട്ടും ചെയ്യാറുണ്ട്, കൊടുക്കാതെയും ചെയ്യാറുണ്ട്. പക്ഷേ മിക്കവാറും പിന്നെ അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും DNC. പക്ഷേ ഈ പുതിയ MVA സിറിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ നീഡ് ഓഫ് അനസ്തീഷ്യ, പെയിൻ കുറവാണ്,
ഹോസ്പിറ്റൽ സ്റ്റേ ഒന്നും വേണ്ട, അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡോക്ടർ, ഈ DNC അല്ലാതെ മറ്റ് മൈനർ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? മൈനർ പ്രൊസീജിയറിന് സിസ്റ്റ് എക്സിഷൻ, വൾവൽ സിസ്റ്റ് എക്സിഷൻ, പിന്നെ സർവൈക്കൽ ബയോപ്സി. ബയോപ്സി സർവിക്സിൻ്റെ ഗർഭാശയ മുഖത്തുനിന്ന് ബയോപ്സി എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കുക. ഗർഭാശയ മുഖത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി, ക്യാൻസർ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് മേജർ പ്രൊസീജിയേഴ്സാണ്. എന്തൊക്കെയാണ് ഡോക്ടർ മേജർ പ്രൊസീജിയേഴ്സ്? മേജർ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്ററക്ടമി, യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷൻ. അത് വജൈനൽ വഴിയുണ്ട്, പിന്നെ അബ്ഡോമനൽ വഴിയുണ്ട്, ലാപ്രോസ്കോപ്പി വഴിയുണ്ട്. അതിലിപ്പം എപ്പോഴും ഇപ്പോൾ പറയുന്നത് ഹിസ്റ്ററക്ടമി ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വഴിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഏറ്റവും ഉപയോഗിക്കുന്നത് ഇപ്പം വജൈനൽ ഹിസ്റ്ററക്ടമിയാണ്. അത് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ മാത്രമേ മറ്റ് ഹിസ്റ്ററക്ടമികൾ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഗർഭപാത്രം എടുത്ത് കളയുന്ന ചികിത്സ എന്തൊക്കെ അസുഖങ്ങളിലാണ് ചെയ്യുന്നത്? സാധാരണ ഗർഭപാത്രം എടുത്ത് കളയുന്ന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫൈബ്രോയിഡ്, വലിയ ഫൈബ്രോയിഡാണ്, സിംറ്റമാറ്റിക് ഫൈബ്രോയിഡ്. ഫൈബ്രോയിഡ് കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ, ബ്ലീഡിങ് കൂടുതൽ, അല്ലെങ്കിൽ വലിയ സൈസ്, അല്ലെങ്കിൽ പിന്നെ വേദന കൂടുതലായിട്ടുണ്ടാവുക, ഞാൻ പറഞ്ഞ പോലെ യൂറിനറി റിട്ടൻഷൻ, മൂത്രം പോകാത്ത അവസ്ഥ, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഇതെടുത്ത് കളയേണ്ടി വരും. അത് ഏജ് അനുസരിച്ച് കേട്ടോ. ചെറിയ ഏജിലൊന്നും നമ്മളങ്ങനെ എടുത്ത് കളയില്ല. വലിയ 45 വയസ്സെല്ലാം കഴിഞ്ഞാലാണ് സാധാരണ. ഇപ്പോൾ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് കഴിയുന്നതും യൂട്രസ് എടുക്കാതെ ഉള്ള ചികിത്സകളാണ് ചെയ്യേണ്ടതെന്നാണ്. ഡോക്ടർ, ഈ പ്രസവം പ്രത്യേകിച്ച് ഒന്നിലധികം തവണ പ്രസവിച്ച സ്ത്രീകളിലോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള സ്ത്രീകളിലോ കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയാസമാണ് ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരിക എന്നുള്ളത്, യൂട്രൈൻ പ്രൊലാപ്സ്. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയും. യൂട്രൈൻ പ്രൊലാപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു അസുഖമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഡെലിവറി പ്രസവത്തിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചാണ് അത് കൂടുതലായിട്ട് ഉണ്ടാവാറ്. അത് നമ്മളെ ടിഷ്യൂ വീക്ക്നെസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ ഡെലിവറിയുടെ എണ്ണം കൂടുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ 8-9 ഡെലിവറി ഉള്ളതുകൊണ്ട് പ്രൊലാപ്സ് കൂടുതലായിരുന്നു. ഇപ്പോൾ അത്രയും നമ്പർ ഓഫ് ഡെലിവറീസ് കുറവാണ്. പിന്നെ സിസേറിയൻ റേറ്റ് കൂടി എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആ പ്രൊലാപ്സ് വരുന്നില്ല എന്നുള്ളതാണ്. അതൊരു മേജർ ഇഷ്യൂ ആണോ? അത് ചെറിയ തരത്തിലുള്ള പ്രൊലാപ്സുകൾ ചികിത്സ ആവശ്യമുണ്ടോ? ചെറിയ തരത്തിലുള്ള പ്രൊലാപ്സുകളാണെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്നില്ല. അത് അതിൻ്റെ സിംറ്റംസ് അനുസരിച്ചിട്ട് നമ്മൾ പിന്നെ പ്രൊലാപ്സ് കൊണ്ട് ചിലപ്പം യൂറിനറി സിംറ്റംസ് ഉണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാം, യൂറിനറി റിട്ടൻഷൻ വരാം, അതേപോലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്ന പ്രശ്നം വരാം. അങ്ങനത്തെ യൂറിനറി സിംറ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൊലാപ്സ് കുറേ കാലം ഇങ്ങനെ തൂങ്ങിക്കിടന്ന് യൂറിൻ റിട്ടൻഷൻ വന്നിട്ട് കിഡ്നിനെല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ പ്രൊലാപ്സൊക്കെ ആണെങ്കിൽ എടുത്ത് കളയേണ്ടി വരും, റിപ്പയർ ചെയ്യേണ്ടി വരും. ചെറിയ പ്രൊലാപ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അത് പിന്നെ മോണിറ്റർ ചെയ്താൽ മതി. പിന്നെ വേറെ സർജറി അല്ലാത്തൊരു ട്രീറ്റ്മെൻറ്റും കൂടി ഉണ്ട് പ്രൊലാപ്സിന്. അത് പെസറി എന്ന് പറയും. ഒരു റിങ് പോലെയുള്ള സാധനം ഉള്ളിലേക്ക് ഇട്ടിട്ട് അതവിടെ പിടിച്ചു വെക്കുന്ന പരിപാടി. അത് സർജറി ഫിറ്റ് അല്ലാത്തവർക്കാണ് ആ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് റിങ് പോലെയുള്ള സാധനം യൂട്രസ് വജൈനയുടെ ഉള്ളിലേക്ക് വെച്ച് ഉള്ളിലേക്ക് നിർത്തുന്നതാണ് ഈ പെസറി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ഇട്ടാൽ തന്നെ മാസം ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ മാറ്റേണ്ടി വരും. ഇനി നമുക്ക് സ്കോപ്പി ചെയ്യുന്ന ഉപകരണങ്ങൾ കൂടെ കാണാം. ഇത് ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെൻ്റ് ആണ്. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സർജിക്കൽ പ്രൊസീജിയറിൻ്റെ തീവ്രത കുറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ വലിയ മുറിവിടുന്നതിന് പകരം ചെറിയ മുറിവ് ഇട്ടിട്ട് ഇത് ഇങ്ങനത്തെ ട്രൊക്കാറെല്ലാം കടത്തിയിട്ട് പിന്നെ അബ്ഡോമിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തിയിട്ട് നമ്മൾ പിന്നെ ഒരു ചെറിയ ഓട്ട പോലെ ഉണ്ടാക്കിയിട്ട് ദ്വാരം പോലെ ഉണ്ടാക്കി അതിലേക്ക് കടത്തിയിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉള്ളിലേക്ക് കടത്തിയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ വേറെ ട്രൊക്കാർ ഉപയോഗിച്ചിട്ട് എന്നിട്ട് ഇതാണ് ട്രൊക്കാർ. ഇത് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ അബ്ഡോമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇത് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് ഇൻസ്ട്രുമെൻ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇത് എടുത്തിട്ട് ഇൻസ്ട്രുമെൻ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തും. ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് നമ്മൾ ഉള്ളിലുള്ള അവയവങ്ങൾ വിഷ്വലൈസ് ചെയ്യും. ഇതിനകത്തൊരു ക്യാമറ ഉണ്ടാവും അല്ലേ? ക്യാമറ ഉണ്ടാവും. സ്ക്രീനിൽ ക്യാമറ ഇതാണ്. ഇതിൻ്റെ അറ്റത്ത് ഇതിലൂടെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് അല്ലെങ്കിൽ TV മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് ലാപ്രോസ്കോപ്പി. മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്. ഇപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി പ്രൊസീജിയർ ചെയ്താൽ നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റേ കുറക്കാം. ബാക്കി
ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ലാപ്രോസ്കോപ്പിക്ക്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ പറയാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അബോർഷൻ എന്ന് പറയുന്നത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇല്ലീഗലായിട്ട് നടക്കാറുണ്ട്, നിയമവിരുദ്ധമായിട്ടൊക്കെ. ഏതൊക്കെ സാഹചര്യങ്ങളാണ് അബോർഷൻ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്? അബോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പല മെത്തേഡ് ഉണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ, മെഡിക്കൽ അബോർഷൻ ഉണ്ട്, സർജിക്കൽ അബോർഷൻ ഉണ്ട്. അതിന് കുറേ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ മദറിൻ്റെയും ബേബീന് ഹെൽത്ത് നല്ലതല്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പ്രഗ്നൻസിയിൽ കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദറിൻ്റെ ഹെൽത്ത് പ്രഗ്നൻസി ചെയ്താൽ മദറിനെ ദോഷകരമായി ബാധിക്കുന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ, പിന്നെ സോഷ്യൽ റീസൺസ് ആണ് വലിയൊരു ഇൻഡിക്കേഷനായിട്ട് പറയുന്നത്. സോഷ്യൽ റീസൺസിൽ നമുക്ക് പല റീസൺസ് ഉൾപ്പെടുത്താം. ഇപ്പോൾ പല ആൾക്കാരും പലപ്പോഴും വരുന്നത് കുട്ടി വയസ്സ് 6 മാസമായി 8 മാസമായി അങ്ങനത്തെ അബോർഷൻ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ മെറ്റേണൽ ഡിസീസസ് ആണ് മെയിനായിട്ട്. പിന്നെ ഇല്ലീഗൽ പ്രഗ്നൻസി വരുവാണെങ്കിൽ, ഇപ്പോൾ അൺമാരീഡ് പ്രഗ്നൻസിയൊക്കെ ആണെങ്കിൽ പലപ്പോഴും ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ മെത്തേഡ്സ് ഉണ്ട്, സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം സർജിക്കൽ മെത്തേഡ്സ് വളരെ കുറഞ്ഞു, മെഡിക്കൽ മെത്തേഡ്സ് ആണ്. 6 വീക്സ് വരെ നമുക്ക് മെഡിസിൻ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ, അബോർഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ മെഡിക്കലി അസിസ്റ്റഡ് സർജിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ? മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ മിഫിപ്രിസ്റ്റോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ മിസോപ്രോസ്റ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്. ഇത് മെഡിക്കൽ അബോർഷൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സാധാരണയായി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റു മെത്തേഡുകളുണ്ട്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതാണ്. സാധാരണ 6 വീക്സ് വരെ ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ മരുന്നുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ടെർമിനേഷൻ എത്ര കാലം വരെ ചെയ്യാൻ പറ്റും? 6 വീക്സ് എന്ന് പറഞ്ഞു, അത് മെൻസസ് നിന്നതിന് ശേഷം? അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 42 ഡേയ്സ് വരെയാണ് സാധാരണ അത് ഉപയോഗിക്കുന്നത്. 42 ഡേയ്സ് വരെ നമുക്കത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ടും ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ പിന്നെ അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടും എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ മെഡിക്കലി അസിസ്റ്റഡ് സർജിക്കൽ മെത്തേഡ്സ് വെച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ എപ്പോഴും ഈ മെഡിക്കൽ ടെർമിനേഷൻ നടത്തുമ്പോൾ ഇൻട്രായൂട്രൈൻ പ്രഗ്നൻസി ആണെന്ന് ഉറപ്പ് വരുത്തണം അല്ലേ? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്താൽ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശോധനയിലൂടെ സ്കാൻ ചെയ്തിട്ട് യൂട്രസിൻ്റെ ഉള്ളിലാണ് പ്രഗ്നൻസി എന്ന് ഉറപ്പിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. കാരണം വല്ലപ്പോഴും ഈ ട്യൂബൽ പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അപകടകരമായി സംഭവിച്ചേക്കാം. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പരിശോധനയിലൂടെയോ പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിലാണെന്ന് കൺഫേം ചെയ്തതിനു ശേഷം ചെയ്യുന്നതാണ് നല്ലത്. നിർബന്ധമായും ഒരു ഡോക്ടറുടെ അസിസ്റ്റൻസിൽ മാത്രമേ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നുള്ളത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യുന്നതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. സാധാരണ മെഡിക്കൽ അബോർഷൻ ഗുളിക ടാബ്ലറ്റ് വാങ്ങിയിട്ട് കഴിക്കുന്നതിനേക്കാളും സേഫ്റ്റി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ്. ഗർഭധാരണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഗർഭനിരോധന മാർഗങ്ങളും. ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പലപ്പോഴും അശാസ്ത്രീയമായതാണ് പലരുടെയും. അതിൻ്റെ ശാസ്ത്രീയമായ വിവരണങ്ങളും തരാം. ഗർഭനിരോധന മാർഗങ്ങൾ പല മാർഗങ്ങളുണ്ട്. പെർമനൻറ്റ് മെത്തേഡ് ഉണ്ട്, ടെമ്പററി മെത്തേഡ് ഉണ്ട്. അപ്പോൾ ടെമ്പററി മെത്തേഡ്സ് കുറേ ടെമ്പററി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് മെത്തേഡുകളുണ്ട്. പലവർക്കും ഈ മെത്തേഡുകളെ കുറിച്ചുള്ള അറിവില്ലായ്മയും അത് കറക്റ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ പ്രഗ്നൻസി ആവുകയും അബോർഷൻ ചെയ്യുകയും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി മെത്തേഡ്സ് ആദ്യം പറയാം. ടെമ്പററി മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ബാരിയർ കോൺട്രസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട്, അല്ലാത്ത മെത്തേഡ്സ് ഉണ്ട്. നാച്ചുറൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ടെക്നിക്ക്, സേഫ് പീരീഡ്. ഡോക്ടർ, അതൊന്ന് വിശദമാക്കാമോ? എന്താണ് സേഫ് പീരീഡ്? ആളുകൾക്ക് എപ്പോഴുള്ളൊരു സംശയമാണ് ഈ സേഫ് പീരീഡ് എപ്പോഴാണ് എന്നത്. അതിൻ്റെ അറിവില്ലായ്മ മൂലം പലപ്പോഴും അത് ഫാമിലി പ്ലാനിങ്ങിന് അതൊരു തടസ്സമാവാറുണ്ട്. സേഫ് പീരീഡ് മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സേഫ് പീരീഡ് മെത്തേഡിന് മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആണെങ്കിലേ അത് സക്സസ് ആവുള്ളൂ. മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ അല്ലാത്തവർക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആയ ലേഡീസിന് നമ്മൾ ഓവുലേഷൻ ടൈമിൽ ഇൻ്റർകോഴ്സ് ചെയ്യാതിരിക്കുക. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓവുലേഷൻ ടൈമിലും ഓവുലേഷൻ്റെ ഓവുലേറ്ററി പീരീഡിൽ ഇൻ്റർകോഴ്സ് ഒഴിവാക്കുക. അണ്ടോൽപാദനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അണ്ടത്തിന് 24 to 48 hours ലൈഫ് സ്പാൻ ഉള്ളൂ. 24 മണിക്കൂർ 48 മണിക്കൂർ വരെ പൂർണ്ണ വളർച്ചയെത്തിയ രണ്ടം 24 മുതൽ 48 മണിക്കൂർ മാത്രമേ